ക്ഷേത്രക്കാഴ്ചകൾ ആസ്വദിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. ടെമ്പിൾ തിരുനടയിൽ എന്ന ക്ഷേത്ര ചാനലിലേക്കാണ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇത് നമുക്ക് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായ കോഴിക്കോട് തളി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ കാണാം. സീനിയർ സഞ്ചാരി അങ്ങനെ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമായ ചാലപ്പുറം എന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവസ്വം ഓഫീസ്, സ്കൂള്, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകള്, ഹോട്ടലുകള് തുടങ്ങി നിരവധി കെട്ടിടങ്ങളുടെ നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം. 500 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ഗോപുരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഗോപുരമാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന ആകർഷണം. അങ്ങനെ സീനിയർ സഞ്ചാരി ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. ഞാനങ്ങനെ വിശാലമായ ആനക്കൊട്ടിലിൽ എത്തിച്ചേർന്നു. ഇവിടുത്തെ ഈ ആനപ്പന്തലിന് 7 ആനകളെ എഴുന്നള്ളിച്ച് നിർത്താനുള്ള വലിപ്പമുണ്ട്. ആനപ്പന്തലിന്റെ നടുക്കായി ചെമ്പ് തകിടിൽ പൊതിഞ്ഞ ധ്വജം സ്ഥാപിച്ചിരിക്കുന്നു. 100 അടിയോളം ഉയരമുണ്ട് ഈ കൊടിമരത്തിന്. കൊടിമരത്തിന്റെ മുന്നിലായി ഒരു വലിയ തൂക്കുവിളക്കിൽ സദാസമയവും ദീപം എരിഞ്ഞു നിൽക്കുന്നു. കൊടിമരത്തിന് അപ്പുറത്തായിട്ട് ബലിക്കല് കാണാം. അധികം വലിപ്പമുള്ള ബലിക്കലല്ല. നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ വിഗ്രഹത്തിന്റെ വലിപ്പവും ശിവലിംഗ പ്രതിമയും നമുക്ക് കാണാം. സർവാഭരണ വിഭൂഷിതമായ ശിവലിംഗ പ്രതിമ ഞാൻ കൺകുളിർക്കെ കണ്ട് നമസ്കരിച്ചു. കാണിക്കർപ്പിച്ച് ഞാൻ ശ്രീകോവിലിനെ ഒരു പ്രദക്ഷിണം ആരംഭിച്ചു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാകട്ടെ വളരെയധികം ശില്പങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അതിമനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകളും നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കും. അതിസൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായി കടഞ്ഞെടുത്തതായി നമുക്ക് കാണാൻ പറ്റും. ചന്ദന വർണ്ണ നിറത്തിലാണ് ഈ ശ്രീകോവിലിൻ്റെ പുറംചുമര് കാണാനാവുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ്. ശില്പങ്ങളെ കൊണ്ട് നിറഞ്ഞ, മ്യൂറൽ പെയിൻറ്റിങ്ങുകളെ കൊണ്ട് നിറഞ്ഞ സുന്ദരമായ കാഴ്ച. പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം പ്രതിഷ്ഠിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ട അതിപ്രധാനമായ ഒരു ശിവക്ഷേത്രമാണ് തളി ക്ഷേത്രം. അതോടൊപ്പം കേരളത്തിലെ പ്രധാന 4 തളി ക്ഷേത്രങ്ങളിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വലിപ്പമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ കോഴിക്കോട് തളി ക്ഷേത്രം. ഭക്തജനങ്ങൾ അങ്ങനെ വന്ന് എത്തുന്നതേയുള്ളൂ. ശ്രീകോവിലിന് മുകളിലെ അതിമനോഹരമായ ശില്പകാഴ്ചകളിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും കണ്ണുകൾ പായിച്ചു. ശ്രീകോവിലിൻ്റെ 4 മൂലകളിലും മുകളിലായി മനോഹരമായ ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിമനോഹരമായ ശില്പങ്ങൾ. ഇത്തരം ശില്പങ്ങൾ കേരളത്തിലെ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഞാനങ്ങനെ ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി. തൊട്ടപ്പുറത്തായി ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി വേറെ ഒരു ക്ഷേത്രമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ശിവക്ഷേത്രത്തിലെ ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തും ഒരു വലിയ കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട്. അതിമനോഹരമായ മ്യൂറൽ പെയിന്റിങ്ങുകളാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പുറത്ത് കാണുവാൻ സാധിക്കുന്നത്. അഷ്ടമി രോഹിണിക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതിപ്രധാനപ്പെട്ട വഴിപാടുകളും ആഘോഷങ്ങളും നടക്കും. ക്ഷേത്രത്തിന്റെ പുറത്ത് പ്രത്യേക മതിൽക്കെട്ടിന്റെ അകത്തായി നരസിംഹദേവനെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. അതിമനോഹരമായ ചുമർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. യോഗ നരസിംഹ രൂപത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. വിഗ്രഹത്തിന് ഏതാണ്ട് 3 അടിയോളം ഉയരമുണ്ട്. പടിഞ്ഞാറേക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പാൽപ്പായസം, തുളസിമാല, പാനകം തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ പൂജാവിധികൾ. ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലും ഈയിടെയായി ചുമർ ചിത്രങ്ങൾ ശ്രീകോവിലിന്റെ പുറത്തായി പതിച്ചിട്ടുണ്ട്. ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തായി
തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. 2 അടി ഉയരം വരുന്ന വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠ. ഭാര്യമാരായ പൂർണ്ണ പുഷ്കല സമേതമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായി തേവാരത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയും കാണാം. വാൽക്കണ്ണാടിയുടെ രൂപത്തിലാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയായ ചേന്ദാസ് നമ്പൂതിരിപ്പാടിൻ്റെ കുടുംബ പരദേവതയാണ് ഈ ദുർഗാദേവി. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ആൽമരച്ചുവട്ടിലായി നാഗരാജാവ്, നാഗയക്ഷി, മറ്റ് നാഗങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. എല്ലാ മാസവും ഇവിടെ ആയില്യം പൂജ നടത്താറുണ്ട്. കന്നിമാസത്തിലെ ആയില്യത്തിൽ സർപ്പബലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വലിയ ഒരു ക്ഷേത്രകുളമാണ് തളി ക്ഷേത്രത്തിനുള്ളത്. അത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളങ്ങളിൽ ഒന്നാണിത്. കുളത്തിൻ്റെ അക്കരയായി ആ കാണുന്നത് തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. തളയിൽ ധാരാളമായി താമസിക്കുന്ന തമിഴ് ബ്രാഹ്മണരുടെ ആരാധന ആലയമാണ് ഈ ക്ഷേത്രം. തമിഴ് ക്ഷേത്ര നിർമ്മാണ ശൈലി അവലംബിച്ചിട്ടുള്ള ക്ഷേത്ര കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ തളിയിൽ തന്നെ ശ്രീരാമ ക്ഷേത്രവും തൊട്ടപ്പുറത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. 2021 ഇവിടെ ഒരു നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഈ കുളം ചിറകളെല്ലാം വെട്ടി നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. അതുപോലെ പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചിത്രമതിലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്ത് വടക്ക് വശത്തായി ഇതായി കാണുന്നത് ഒരു ഹെർബേറിയമാണ്. പൂജകൾക്ക് ആവശ്യമായ തുളസി, അതുപോലെ ചെത്തി, അശോകം, ഇങ്ങനെ അനേകം പൂക്കളുണ്ടാകുന്ന ചെടികളെല്ലാം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സാമൂതിരിപ്പാട് കാര്യദർശിയായിട്ടുള്ള ട്രസ്റ്റാണ് ഇവിടെ ഭരണം നടത്തുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ നിയന്ത്രണങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട്. അങ്ങനെ സീനിയർ സഞ്ചാരി ക്ഷേത്ര കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ്. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം. ബൈ ബൈ.